ഇറാൻ രഹസ്യാന്വേഷണ മന്ത്രി ഇസ്മായിൽ ഖത്തീബ് സാദിയെ ടെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണത്തിലൂടെ വധിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഇറാൻ ഭരണകൂടത്തിലെ ആരും സുരക്ഷിതരല്ലെന്നും പട്ടികയിലുള്ള ഓരോരുത്തരെയും വേട്ടയാടുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. അലി ലാറിജാനി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെ വധത്തിന് പിന്നാലെ ഖത്തീബ് സാദെ കൂടി കൊല്ലപ്പെട്ടത് ടെഹ്റാന് വലിയ ആഘാതമായിരിക്കുകയാണ്. ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ ബഹ്റൈൻ പ്രതിരോധ സേന വിജയകരമായി നേരിടുന്നതായി ജനറൽ കമാൻഡ് അറിയിച്ചു. ഇതുവരെ 130 മിസൈലുകളും 234 ഡ്രോണുകളും സൈന്യം തകർത്തു. സൈനിക നടപടികൾ പകർത്തുന്നതിനും അവശിഷ്ടങ്ങൾ വീണ സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിനും ജനങ്ങൾക്ക് വിലക്കുണ്ട്. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും സൈന്യം വ്യക്തമാക്കി. ഈദുൽ ഫിത്തർ പ്രമാണിച്ച് ബഹ്റൈനിലെ വിപണികളിലും വ്യാപാര സ്ഥാപനങ്ങളിലും പരിശോധന ഊർജിതമാക്കിയതായി വ്യവസായ വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനും കൃത്രിമ വിലക്കയറ്റവും ഉപഭോക്തൃ ചൂഷണവും തടയാനുമാണ് മന്ത്രാലയത്തിന്റെ നീക്കം. സലൂണുകൾ, തയ്യൽ കടകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങി പ്രധാന മേഖലകളിൽ നടക്കുന്ന പരിശോധനകളിൽ നിയമലംഘനം കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അബ്ദുൽ അസീസ് അൽ അഷ്റഫ് മുന്നറിയിപ്പ് നൽകി. UAEക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 6 പ്രവാസികളുടെ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടു. പലസ്തീൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ സ്വദേശികളാണ് മരിച്ചത്. ഇതോടെ ആകെ മരണം 8ആയി. 19 ദിവസമായി തുടരുന്ന സംഘർഷത്തിൽ 2000ഓളം മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളാണ് UAE നേരിട്ടത്. ഇന്നും തുടരുന്ന ആക്രമണങ്ങളെ വിജയകരമായി പ്രതിരോധിച്ചതായും സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾക്കെതിരെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പുനലൂർ ഐക്കരക്കോണം പാറക്കടവിൽ സുഹൃത്തുക്കൾക്കൊപ്പം കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ 8ാം ക്ലാസ് വിദ്യാർത്ഥി ആദർശ് മുങ്ങി മരിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. നീന്തുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട ആദർശിനായി അഗ്നിശമന സേനയും മുങ്ങൽ വിദഗ്ധരും ചേർന്ന് നടത്തിയ 1 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെടുത്തത്. പുനലൂർ NSV ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് മരിച്ച ആദർശ്.